കുരുടിപ്പ്, മുരുടിപ്പ്, വെള്ളീച്ച, പിന്നെ മഞ്ഞളിപ്പും. ഈ 4 വാക്കുകളും മിളക് ചെടി വയ്ക്കാൻ തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ കൂടെയുള്ളതാണ്. എങ്ങനെയൊക്കെ തപ്പിയിട്ടും നമുക്ക് പരിഹാരം കാണാൻ പറ്റില്ല എന്നും ഞാൻ കരുതിയിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഇതും. എനിക്കും ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1-2 കൊല്ലം വരെ ഈ കുരുടിപ്പും മുരുടിപ്പൊക്കെ എൻ്റെ മിളകുകളിലും ഇഷ്ടപ്രകാരം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട്, അതായത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട്. ആദ്യമൊക്കെ ചെടി നടുമ്പോൾ നല്ല കരുത്തോട് കൂടിയിട്ട് ഉഷാറായിട്ട് ചെടി വളർന്നു വരും. പൂക്കൾ ഒരുവിധം പിടിച്ചു തുടങ്ങുമ്പോഴാണ് ഈ 4 ആൾക്കാരും കൂട്ടത്തോടെ വരും. അവരുടെ കൂടെ പൂ കൊഴിച്ചിലും കൂടി വരും. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടിയുടെ അവസ്ഥ വളരെ ശോചനീയമാവും. നമുക്ക് സങ്കടമായി ഒടുങ്ങും, ദേഷ്യം വരും. ചെടി പറിച്ച് കളയണ സ്ഥിതിയിലേക്ക് വരെ നമ്മളെത്തും. ചെടി പറിച്ച് കളയണതിൻ്റെ മുൻപത്തെ സ്റ്റേജിൽ നമ്മൾ ഒന്നെങ്കിൽ കുറച്ച് പേരോട് ചോദിക്കും, ഇല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബ് കൃഷികൾ നമ്മൾ നോക്കി അവരുടെ പല പരീക്ഷണങ്ങളും നമ്മുടെ ചെടിയിലും പരീക്ഷിക്കും. ചിലതൊക്കെ ഒരു പരിധി വരെ വിജയിക്കും, ചിലതൊന്നും വിജയിച്ചില്ല എന്ന് വരാം. വിജയിച്ചാൽ തന്നെ അത് അത്ര കാര്യക്ഷമമായിട്ട് നമുക്കത് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. നമുക്കൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടുള്ളൊരു റിസൾട്ടും അതിൽ നിന്ന് ലഭിച്ചു എന്ന് വരില്ല. നെക്സ്റ്റ് ടൈം മുളക് ചെടി വയ്ക്കുമ്പോൾ വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ നമുക്ക് അത് തുടർന്ന് ചെയ്യാനുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് അതോടുകൂടി നമ്മുടെ നശിക്കും. നമുക്ക് കാര്യത്തിലേക്ക് വരാം. കുരുടിപ്പും മുരുടിപ്പിനൊക്കെ 3 കാരണങ്ങളാണ് ഞാൻ ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തേത് വിത്തിൽ നിന്ന്, രണ്ടാമത്തേത് മറ്റുള്ള പ്രാണികൾ വന്നിരുന്നിട്ട് ചെടിയുടെ നീര് ഊറ്റി കുടിക്കുന്നത് മൂലം മുരടിപ്പ് സംഭവിക്കാം. മൂന്നാമത്തേത് ഫംഗസ് ഇൻഫെക്റ്റ് ചെയ്തിട്ട് കുരുടിപ്പ് സംഭവിക്കാം. ഈ 3 കാരണങ്ങൾക്കും 3 തരത്തിൽ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. ആദ്യം പറഞ്ഞ വിത്തിൽ നിന്നുള്ള കുരുടിപ്പാണെന്നുണ്ടെങ്കിൽ അത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും, നമ്മൾ സ്ഥിരം വാങ്ങുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്നും, ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും മാത്രം വിത്തുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിത്തുകളിൽ നിന്നുള്ള കുരുടിപ്പ് മാറ്റുക എന്ന് പറയണത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാറ്റാൻ പറ്റും, പക്ഷേ അതത്രയും നമുക്ക് ഒരു ബിഗിനേഴ്സ് എന്നുള്ള ലെവലിൽ നമുക്കത് എളുപ്പമല്ല. രണ്ടാമത്തേത് പ്രാണികൾ വഴിക്ക്, ഏതെങ്കിലും നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അതായത് ഇപ്പോൾ നമ്മുടെ വെള്ളീച്ച, മുഞ്ഞ, അതുപോലെ മറ്റുള്ള പലതരം പ്രാണികളുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും നമ്മുടെ ഇലയുടെ അടിയിൽ കൂട് കെട്ടിയിട്ട് അതിലത്തെ ചെടിയുടെ നീരൂറ്റി കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചെടി മുരടിച്ച് വരും. അപ്പോൾ അത് പ്രാണികളെ അകറ്റി നിർത്താനായിട്ടുള്ള പെസ്റ്റിസൈഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം, വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടി ചതച്ചിട്ടുള്ള മിശ്രിതങ്ങൾ, അതുപോലെയുള്ള ഓർഗാനിക്കായിട്ടുള്ള മറ്റ് മിശ്രിതങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ, അത് പക്ഷേ ഓർഗാനിക്കാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം അടിച്ചു കൊടുത്താൽ പോരാ, കുറച്ച് ദിവസം അടുപ്പിച്ച് അടിച്ചു കൊടുത്തിട്ട് പ്രാണികൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക തന്നെ വേണം കേട്ടോ. അപ്പോഴാണ് അത് മാറി നിൽക്കുള്ളൂ. അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗം കുരുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒടിച്ചു കളയേ നുള്ളിക്കളയെങ്ങാനും ചെയ്തിട്ട് ചെടീനെ നമുക്ക് സംരക്ഷിക്കാം. ഇനി ഫംഗസ് വഴിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ബോഡോ മിശ്രിതം, അതായത് തുരിശും കുമ്മായും കൂടി ചേർത്തിട്ടുള്ള ലായനി നമ്മൾ 2-3 പ്രാവശ്യം അടുപ്പിച്ച് അടിച്ചു കൊടുത്താൽ ഫംഗസ് വഴിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. സാഫ്, എൻഡോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫംഗിസൈഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ ഈ കുരുടിപ്പും മുരുടിപ്പും വെള്ളീച്ചയൊക്കെ മാറിക്കിട്ടും. പക്ഷെ അതൊക്കെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ്. അത് നമ്മളധികം പ്രോത്സാഹിപ്പിക്കാറില്ല, ഞാനിവിടെ ചെയ്യാറുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളതിലേക്ക് അധികം കടക്കണില്ല. നമ്മൾക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓർഗാനിക് രീതിയിൽ നമുക്ക് എന്താ പറയുക, വിഷമയമല്ലാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആരോഗ്യമുള്ള ചെടികളിൽ രോഗങ്ങൾ മാറി നിൽക്കും. ചില സമയങ്ങളിൽ വളത്തിൻ്റെ കുറവ് കൊണ്ടും കുരുടിപ്പും മുരുടിപ്പും ഒക്കെ
സംഭവിക്കാം. ഇപ്പോൾ എല്ലാവരുടെ ഉള്ളിലൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ വിത്തിൽ നിന്നാണോ ഫംഗസ് ആണോ പ്രാണികളുടെ ആക്രമണമാണോ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിനും നമുക്ക് വഴികളുണ്ട് കേട്ടോ. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.